നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കും. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗത്തിൽ വൃദ്ധരായ മാതാപിതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് കോർവ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റഷീദ് മഞ്ചേരി ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. കെ നടരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നേതാക്കളായ കെ റസാഖ് ഹാജി, സതീദേവി കുളങ്ങര, സാലി മഞ്ചേരി, കരുണകുമാർ, രാഘവൻ മാസ്റ്റർ, വി ശശികുമാർ, പ്രേമൻ പൊറൂർ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് VC രവീന്ദ്രൻ, സെക്രട്ടറി പ്രൊഫസർ ബാബു താനൂർ, ട്രഷറർ മുരളീധരൻ വഴുതക്കാട്, വി ഷമീർ ബാബു, ഗോവിന്ദ പ്രകാശ്, വിജയകൃഷ്ണൻ, സി വാസുദേവൻ എന്നിവരെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ നമ്മളെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജില്ലകളിലെ പല ഭാഗത്തു നിന്നുള്ള അതിലും അവരെ കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ തിരൂർ താലൂക്കിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പുതുതായി വരുന്ന ആളുകളും സാരഥികളും അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല പ്രവർത്തിക്കാൻ പറ്റുന്ന സാരഥികളെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നേരത്തെ ജില്ലയിലൊക്കെ മലപ്പുറം ജില്ലാ റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ എന്ന് പറഞ്ഞ ജില്ലയിലുണ്ടായിരുന്നു. ഓരോ താലൂക്കിലും, ഇപ്പോൾ തിരൂർ താലൂക്കാണെങ്കിൽ തിരൂർ താലൂക്ക് റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് തിരൂർ ട്രാക്ക് എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ താലൂക്കിലും ഓരോ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തൊക്കെ വെവ്വേറെ പേരുകളിൽ ആണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. ഇന്നിപ്പോൾ അഖിലേന്ത്യാ ലെവലിൽ ഒരൊറ്റ സംഘടനയായി മാറിയിരിക്കുകയാണ്. അഖിലേന്ത്യാ ലെവലിലാകുമ്പോൾ കോർവ ഇന്ത്യ, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യ. കേരളത്തിലാകുമ്പോൾ കോർവ കേരള. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലാകുമ്പോൾ കോർവ മലപ്പുറം. അപ്പോൾ തിരൂർ താലൂക്കിലേക്ക് വരുമ്പോഴത്തേക്ക് കോർവ തിരൂർ എന്ന പേരിൽ അറിയപ്പെടണം. ഇത്രയും അല്ലേ തിരൂർ താലൂക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അറിയപ്പെടണമെങ്കിൽ നമുക്ക് ഏകീകൃത സ്വഭാവം വരണം. ഇന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞതുപോലെ ഓരോ റെസിഡൻസ് അസോസിയേഷനും പ്രത്യേകം രജിസ്ട്രേഷൻ എടുത്ത് പിന്നെ അത് നമ്മൾ മലപ്പുറം ചെയ്ത് അങ്ങനെ പോകുന്നൊരു കാഴ്ച. ഈ ഒരു മഹത്തായ സംവിധാനത്തെ പുതിയൊരു ഭാവത്തിലേക്ക് നയിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിയും. ഒരുപാട് നേരത്തെ സാറ് പറയുണ്ടായി ഒരുപാട് ചാരിറ്റി സംഘടനകളെ കുറിച്ച്, അതിൻ്റെ ഗുണവും ദോഷങ്ങളൊക്കെ സംസാരത്തിൽ കുറിച്ച്. എല്ലാ പാലിയേറ്റീവ് മുതൽ ഇത്തരത്തിൽ ചാരിറ്റി സംഭവങ്ങൾ മുതൽ ഒരുപാട് മേഖല ഒത്തിണങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഇൻക്യുബേറ്ററായിട്ട് നിൽക്കേണ്ട ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ശരിക്കും റെസിഡൻസ് അസോസിയേഷൻ. ഇതിൽ പേരുകൾ തന്നെ സൂചിപ്പിക്കുന്ന പോലെ സാഹോദര്യ, തണൽ, അതേപോലെ പിന്നെ സഹൃദയ, നന്മ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വളരെ നമുക്കതിൻ്റെ പേര് പോലും സൂചിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ പ്രവർത്തന മേഖലയും. അതിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് റെസിഡൻറ്റ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ചില ആളുകൾ അസോസിയേഷൻ രൂപീകരിക്കൽ കുറേ ആൾക്കാർ ഒഴിവാക്കാനാണ്, ഒരു വിഭാഗത്തിൽ മാറ്റി നിർത്താനാണ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട് ആക്കി ചില ആളുകൾ ഇങ്ങനെ ആക്കിയിട്ട് കൂട്ടിപ്പിടിക്കാനാണ് അസോസിയേഷൻ ഉണ്ടാക്കുക. പല അർത്ഥത്തിലും പല രീതിയിലും ചില അസോസിയേഷൻ ഉണ്ടാക്കാം. പക്ഷേ പലതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം പലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിലവിലുള്ള മറ്റു അസോസിയേഷനുകളുടെ കൂടെ അസോസിയേഷനായി കൂടാൻ ആഗ്രഹിക്കാത്തവരാണ് കൂടുതൽ. അവരെ സ്വന്തം താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോഴും നമ്മോട് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറില്ലാത്ത പല ആളുകളുണ്ട്. നമുക്കറിയാം, ഇന്ന് മുഖ്യമന്ത്രി പോലും നമ്മുടെ സംസ്ഥാന നേതാക്കളെ വിളിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ശക്തി തന്നെയാണ്. ഇതൊന്നും നിലവിലുള്ള രാഷ്ട്രീയക്കാരെയോ മറ്റ് സംഘടനകളെയോ ഒന്നും മത്സരിക്കാനല്ല. പിന്നെ വനിതാ വിഭാഗത്തിൻ്റെ നേതൃത്വമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാർച്ച് 8-ാം തീയതി എല്ലാ അസോസിയേഷനിലും വനിതാ ദിനം കൊണ്ടാടണം എന്ന് നമ്മുടെ ട്രാക്കിൽ, അതായത് തിരൂർ താലൂക്കിലെ കീഴിലുള്ള എല്ലാ റെസിഡൻസ് അസോസിയേഷനിലും സജീവമായി തന്നെ വനിതാ ദിനം കൊണ്ടാടണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റിന് വേണ്ടി അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. മാർച്ച് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു മാസമേ ഉള്ളൂ. ആ മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഉപന്യാസ മത്സരം, കഥാരചന മത്സരം, കവിതാരചന മത്സരം, അത് ഓരോ അസോസിയേഷനിലും
എത്ര ആൾ പങ്കെടുക്കുന്നുണ്ടെന്നെങ്കിലും അവരെ കൊണ്ടൊക്കെ എഴുതിച്ച് മേടിച്ചിട്ട് ഞാൻ മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം, ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205, മൊബൈൽ 9895297205, വെബ്സൈറ്റ് www.ashiyanarabbitfarm.com, ഇമെയിൽ office@ashiyanarabbitfarm.com.